وسواء عليهم أأنذرتهم وسواء عليهم أأنذرتهم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചിട്ടും അവർക്കതിന് സാധിച്ചില്ല. അപ്പൊ അതിന് ശേഷം അവർ മനസ്സിലാക്കാമായിരുന്നു ആ മക്കക്കാർക്ക്, അള്ളാഹുവിന്റെ റസൂലിന് ഏതൊരു നിലക്ക് ആര് ശ്രമിച്ചാലും സത്യത്തിന്റെ വഴിയിൽ പോകുന്നവനെ പരാജയപ്പെടുത്താൻ തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് അവർക്ക് അവിടെ മനസ്സിലായി. പക്ഷേ അതിന്റെ ശേഷം അവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി അള്ളാഹുവിന്റെ റസൂൽ. അതിന്റെ ശേഷം അവർക്ക് ഒരുപാട് വഅദകളും ഉപദേശങ്ങളും നൽകി. പക്ഷേ അവരാരും സ്വീകരിക്കുന്നില്ല. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബേജാറായിപ്പോയി. പടച്ചവനെ, ഇവർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഇവർ നല്ല വഴിയിലേക്ക് വരുന്നില്ലല്ലോ ഈ മക്കക്കാര്. ആ സമയത്താണ് അല്ലാഹു പറയുന്നത്, വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. നബിയെ, നിങ്ങൾ അവർക്ക് ഉപദേശം കൊടുത്താലും, അവർക്ക് നരകമുണ്ടെന്ന് പറഞ്ഞാലും സ്വർഗമുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ ശിക്ഷകളും ആഖിറത്തിന്റെ ഭയാനകതകളും എത്ര പറഞ്ഞാലും അവർ ഒരിക്കലും സ്വീകരിക്കൂല. ഈ ആയത്ത് സൂറത്തുൽ ബഖറയിൽ നാം സാധാരണയായി ഓതുന്ന മറ്റ് വസവാഉൻ അലൈഹിം അൻദർതും എന്നുള്ള ആയത്ത് അവിടെയും പറയുന്നു സൂറത്തുൽ ബഖറയിൽ. അപ്പൊ അതിന്റെ അർത്ഥം, അല്ലാഹു ഒരാൾക്ക് നല്ല ഹിദായത്ത് കൊടുക്കണം. ആ കൊടുത്താൽ മാത്രമാണ് അവൻ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റൂല. പിന്നെ അല്ലാഹു പറയുന്ന ആർക്കാണ് ഉപദേശം സ്വീകരിക്കാൻ സാധിക്കുക? ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب وبشره بمغفرة وأجر كريم. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ. ഉപദേശം അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ഈ ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് സ്വീകരിക്കുന്നത്, പേടിപ്പിച്ച് ഒരാൾക്ക് നരകത്തിന്റെ കാര്യം പറയുമ്പോൾ, ആഖിറത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ഉപകരിക്കുന്നത് മനിത്തബഅ الذിക്റ. അത് പരിശുദ്ധ ഖുർആനിനെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെയും സ്വീകരിക്കുന്ന ആൾക്കാർക്കാണ്, അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. മാത്രമല്ല വഖശിയ الرحمن بالغيب, അപ്രത്യക്ഷമായി, അതേ അഗോചരമായി, അദൃശ്യമായിട്ട് അല്ലാഹുവിനെ അവർ പേടിക്കുന്നവരാണ്. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും അവർ ഹറാമിൽ ഏർപ്പെടൂല, അവർ തെറ്റുകളിലും കുറ്റങ്ങളിലും ഏർപ്പെടൂല. മാത്രമല്ല അവർ എല്ലാ സമയത്തും അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഉപദേശം കൊടുത്താൽ സ്വീകാര്യമാവുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു പറയുന്നു, അത്തരം ആൾക്കാർക്ക് കരീം, അവർക്ക് അല്ലാഹുവിന്റെ അടുത്ത് വലിയ പാപമോചനമുണ്ട്. മാത്രമല്ല വളരെ മാന്യമായ ബഹുമാനമുള്ള പ്രതിഫലവും അല്ലാഹുവിന്റെ അടുക്കൽ അവർക്കുണ്ടെന്ന് നബിയെ തങ്ങൾ അവരോട് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്താണ്? നാം ചുരുങ്ങിയ നിലക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ അല്ലാഹു നമുക്ക് ഉപദേശം ഒരാൾ സ്വീകരിക്കണമെങ്കിൽ അല്ലാഹു ഒരു മനുഷ്യന് അവന് പ്രത്യേകമായിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവനിക്കൊരാജ്ഞ വേണം. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അവനിക്കൊരു പ്രത്യേകമായ ഒരു കൽപ്പന വേണം. അല്ലാഹു ഉദ്ദേശിക്കണം. അല്ലാഹു ഉദ്ദേശിക്കാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഒരാളെ നന്നാക്കാൻ പറ്റൂല. അതേസമയം നാം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് ഹിദായത്ത് സ്വീകരിക്കാനില്ല എന്ന് പറഞ്ഞ് അവന് വെറുതെ വിടാൻ പറ്റുമോ? അയാൾക്ക് ഉപദേശം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ഫിർഔന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും ഫിർഔന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. ഞാൻ മഹാദേവനാണെന്ന് പറഞ്ഞവനാണ്, ലോകത്തെ ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്, എന്റെ റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞവനാണ് ഫിർഔൻ. അവന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുന്നത്, നബിയേ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ. മൂസാ നബിയും ഹാറൂൻ നബിയും വിളിച്ച് അല്ലാഹു പറയുന്നു, നിങ്ങൾ തൗറാത്ത് എന്നുള്ള കിതാബ് എടുത്ത് നിങ്ങൾ ആ മൂസാ നബിയോട് പറയാൻ, നിങ്ങൾ ഫിർഔന്റെ അടുത്ത് പോകുമ്പോൾ ഫിർഔനോട് വിറക്കി സംസാരിക്കരുത്, ആക്ഷേപിച്ച് പറയരുത്. ഫിർഔനോട് ഏറ്റവും നല്ല നിലക്ക് പറയണം, ഏറ്റവും സൗമ്യമായി പറയണം, ഏറ്റവും നല്ല ഭാഷയിൽ പറയണം, നിമിഷമായി പറയണം. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഒരുപക്ഷെ അവൻ നല്ലത് കേട്ടേക്കാം, ഒരുപക്ഷെ അവൻ അല്ലാഹുവിനെ പേടിച്ചേക്കാം. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ, ഞാൻ ഏറ്റവും വലിയ റബ്ബാണെന്ന് പറഞ്ഞവനാ ഫിർഔൻ. എന്നെക്കാൾ വലിയ റബ്ബാരാണെന്ന് ഇവിടെ ചോദ്യം ചെയ്തവനാണ്, ചാലഞ്ച് ചെയ്തവനാണ്. അള്ളാഹുവിനെ കൊല്ലാൻ വേണ്ടി ആകാശത്തിലേക്ക് ഏന്തി കെട്ടി വല്ല പർവ്വതങ്ങളും ഗോപുരങ്ങളും കെട്ടി അതിന്റെ മേപ്പോട്ട് ഉയർത്തി അതിന്റെ മേപ്പോട്ട് കയറി നിന്ന് അള്ളാഹുവിലേക്ക് അമ്പെറിഞ്ഞാലവൻ അള്ളാഹു ചത്തുപോകുമെന്ന് വിശ്വസിച്ചവനാണ് ഫിർഔൻ. അങ്ങനെ ചെയ്ത അവസാനം അത് പൊടിഞ്ഞു വീണ് നാശമായി പോയവനാണ് ഫിർഔൻ. അങ്ങനെ നൈൽ നദിയിൽ മുങ്ങിച്ചത്തുപോയവനാണ് ഫിർഔൻ. ഇവനൊരിക്കലും നന്നാവൂല അള്ളാഹ്ക്കറിയാം. പക്ഷേ അല്ലാഹു തആല പറഞ്ഞ അവനോട് പറയുമ്പോൾ പോലും നിങ്ങൾ വളരെ നല്ല നിലയ്ക്ക് പറയാൻ പറ്റും.